ഭാവനയുടെ പ്രണയവും വിവാഹവും മാധ്യമങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ളതായിരുന്നു. താൻ പ്രണയത്തിലാണെന്ന് ഭാവന ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയെങ്കിലും ആരാണ് അയാളെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. പല പേരുകളും മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടിയെങ്കിലും എല്ലാം ഭാവന നിഷേധിച്ചു. ഒടുവിൽ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് കന്നഡ നിർമ്മാതാവുമായുള്ള ഭാവനയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. ഒരു കന്നഡ നിർമ്മാതാവുമായി ഭാവന പ്രണയത്തിലാണെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആഡംബരങ്ങൾ ഒഴിവാക്കി തൃശൂരിലെ ഭാവനയുടെ വീട്ടിൽ വളരെ ലളിതമായിട്ടായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. ഭാവനയുടെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും ഉൾപ്പെടെ 16ഓളം ആളുകൾ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. വിവാഹം കഴിഞ്ഞാലും മികച്ച വേഷങ്ങൾ കിട്ടിയാൽ സിനിമയിൽ തുടരുമെന്ന് നേരത്തെ ഭാവന വ്യക്തമാക്കിയിരുന്നു. 5 വർഷം നീണ്ട പ്രണയത്തിലൊടുവിലാണ് ഇരുവരും വിവാഹിതരാകാൻ തീരുമാനിച്ചത്. ചിങ്ങത്തിലാണ് വിവാഹം. ഭാവന അഭിനയിച്ച റോമിയോ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവായിരുന്നു നവീൻ. അവിടെ വെച്ചായിരുന്നു ഇരുവരും പരിചയപ്പെടുന്നത്. ഇരുവരും തമ്മിലുള്ള വിവാഹം ഈ വർഷം ജനുവരിയിൽ നടത്താൻ ആലോചിച്ചിരുന്നു. എന്നാൽ ഏറ്റെടുത്ത ചിത്രങ്ങൾ പൂർത്തിയാക്കാത്തതിനാൽ വിവാഹം മാറ്റിവെക്കുകയായിരുന്നു. കുറച്ചു നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഹലോ നമസ്തേ എന്ന ചിത്രത്തിലൂടെ ഭാവന വീണ്ടും സജീവമായി. ചിത്രം ഹിറ്റായിരുന്നു. ഒരുപിടി മികച്ച ചിത്രങ്ങൾ ഇപ്പോൾ ഭാവനയുടെ കൈവശമുണ്ട്. ഭാവനയും നിവിനും സന്തോഷമായി ജീവിതം പങ്കുവയ്ക്കട്ടെ എന്ന് ആശംസിക്കാം. കൂടുതൽ വിശേഷങ്ങൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.